ഒരു ഇടതുപക്ഷ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഈ പാർട്ടി ഉണ്ടാകുന്നത് 1939-ലാണ്. 1938 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. സത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഉണ്ടാക്കിയതുമല്ല. കോൺഗ്രസ് ഉണ്ടാകുന്നത് 1885-ലാണ്. കോൺഗ്രസിന്റെ ആദ്യ യോഗം നടക്കുന്നത് ബോംബെയിലെ ഗോകുൽദാസ് എന്ന് പറയുന്ന ഒരു സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ്. അന്ന് ആ യോഗം വിളിച്ചു കൂട്ടിയത് AOQ അഥവാ അലൻ ഒക്ടോവിയോ ഹ്യൂം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് റിട്ടയേർഡ് ICS ഉദ്യോഗസ്ഥനാണ്. ഇന്നത്തെ IAS-ന് തുല്യമായ അന്നത്തെ പരീക്ഷയാണ് ICS, ഇന്ത്യൻ സിവിൽ സർവീസ്. ആ ഉദ്യോഗസ്ഥൻ റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ടാണ് കോൺഗ്രസിന്റെ ആദ്യത്തെ യോഗം നടത്തുന്നത്. അന്ന് ആ കോൺഗ്രസിന്റെ യോഗം വിളിച്ചു ചേർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാർ ഭരിക്കുകയാണ് ഈ രാജ്യം. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഇംഗ്ലീഷുകാരായിട്ടുള്ളവരും ഇന്ത്യക്കാരായിട്ടുമുള്ള ആളുകൾ അവർ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ യഥാസമയം സർക്കാർ കൊടുക്കുന്നില്ല. അപ്പൊ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ യഥാസമയം വാങ്ങിച്ചെടുക്കാനായി ഈ AOQ എന്ന് പറയുന്ന സായിപ്പ് വിളിച്ചു ചേർത്ത ആ യോഗമാണ് കോൺഗ്രസിന്റെ ആദ്യത്തെ യോഗം. എന്നിട്ട് ഇവർ കുറെ ആളുകൾ ചേർന്ന് സർക്കാരിലേക്ക് ഒരു മെമ്മോറാണ്ടം കൊടുത്തു. ഞങ്ങൾക്ക് ഇന്ന ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട്, പെൻഷനുണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. സർക്കാർ എല്ലാവരും വായിച്ചു നോക്കിയിട്ട് തലച്ചുകൂട്ടുകയും പറഞ്ഞു. ഇവർ പിന്നെയും അടുത്ത ഞായറാഴ്ച യോഗം ചേരും, ഇതേപോലെ മെമ്മോറാണ്ടം ഉണ്ടാക്കി സർക്കാരിന് സമർപ്പിക്കും. ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ പേരിൽ ഈ റിട്ടയർഡ് ആയ ഉദ്യോഗസ്ഥന്മാർ 1885 ആ സമയത്താണ് നോക്കണം, കുറെ ആളുകൾ ചേർന്ന് ഇതേപോലെ മെമ്മോറാണ്ടം കൊണ്ട് കൊടുക്കും. അത് അവിടുത്തെ ദിവാന്റെ കയ്യിൽ കൊടുക്കും, ചില സ്ഥലങ്ങളിൽ കളക്ടറെ കൊണ്ട് കൊടുക്കും. ഇയാളൊന്ന് വാങ്ങിച്ച് ചുരുട്ടിക്കൂടി കവിട്ട് കൊണ്ടുപോയി കളയുകയും ചെയ്യും. ഇത് കുറെ കാലം തുടർന്നു കോൺഗ്രസിനകത്ത്. ഈ യോഗം നടക്കുന്നതൊക്കെ ഞായറാഴ്ചകളിലായതിന്റെ പേരിൽ ഇങ്ങനെ കൂടുന്ന യോഗങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഞായറാഴ്ച കോൺഗ്രസ് എന്നും പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ തരുന്നപ്പോൾ കുറെ സമയം കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കുറെ ഇന്ത്യക്കാരും വരാൻ തുടങ്ങി. IAS റിട്ടയർഡ് ആയിട്ട് ഇന്ത്യക്കാർ വരാൻ തുടങ്ങി. സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യയിലെ ആദ്യത്തെ ICS-കാരനാണ്. അദ്ദേഹവും റിട്ടയർഡായി ഇതിനകത്ത് ഭാഗമാണ്. അപ്പോഴാണ് കോൺഗ്രസിനകത്ത് തോന്നിയത്, നമ്മുടെ അവകാശങ്ങൾ നമ്മൾ കൊടുക്കുന്ന മെമ്മോറാണ്ടം പരിഗണിക്കാത്തതിന്റെ കാരണം അധികാരത്തിൽ ഇരിക്കുന്നത് നമ്മുടെ സർക്കാരല്ല, ബ്രിട്ടീഷ് സർക്കാരാണ്. അതുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിനെ മാറ്റി അവിടെ ഒരു ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാക്കിയാൽ, ഇന്ത്യക്കാരുടെ സർക്കാർ ഉണ്ടായാൽ നമ്മുടെ ആനുകൂല്യങ്ങൾ കിട്ടും. അതുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിനെ പുറത്താക്കണം. അങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആവശ്യത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുന്നത്. അല്ലാതെ കോൺഗ്രസ് ഉണ്ടായത് സ്വാതന്ത്ര്യ സമരം നയിക്കാനോ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടോ അല്ല. പക്ഷേ ക്രമേണ കോൺഗ്രസിൽ നിന്ന് ബോധ്യപ്പെട്ടു, ഈ സർക്കാർ മാറിയാൽ ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടും, അതുകൊണ്ട് ഈ സർക്കാർ മാറണം. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ ഒരു ആനുകൂല്യം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ജനാധിപത്യത്തിലൂടെ വോട്ടിട്ട് ഈ സർക്കാരിനെ മാറ്റി നമുക്ക് താല്പര്യമുള്ള സർക്കാരിനെ കൊണ്ടുവരിക. അങ്ങനെയാണ് കോൺഗ്രസിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആവശ്യം വളരാൻ തുടങ്ങിയത്. അത് സ്വാതന്ത്ര്യ സമരമായി ആളിപ്പടരുവാൻ അധിക സമയം വേണ്ടി വന്നില്ല. മഹാന്മാരായ ഒരുപാട് നേതാക്കന്മാർ അതിന്റെ പ്രസിഡന്റുമാരായി, വിദേശികൾ അതിന്റെ പ്രസിഡന്റുമാരായി. ആനി ബസന്റിനെ പോലെയുള്ളവർ അതിന്റെ പ്രസിഡന്റായി. കേരളത്തിൽ നിന്ന് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ അതിന്റെ പ്രസിഡന്റായി. അങ്ങനെയുള്ള കോൺഗ്രസിനെ ഒരു വലിയ സമര സംഘടനയാക്കി മാറ്റിയെടുത്തു. അതിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വക്കീൽ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരികെ വന്ന് 1914 തിരികെ വന്ന് അദ്ദേഹം നടത്തിയ ആദ്യത്തെ സമരം തന്നെ കർഷക സമരമാണ്. മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ സമരം സ്വാതന്ത്ര്യ സമരമല്ല. അദ്ദേഹം ആദ്യം നടത്തിയ സമരം കർഷക സമരമാണ്. ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലത്ത് നീലം കർഷകർ അവർ നടത്തിയ സമരം, ആ സമരമാണ് ചരിത്രത്തിൽ ആദ്യത്തെ കർഷക സമരമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്.
അത് മഹാത്മാഗാന്ധി ഏറ്റെടുക്കുന്നു. അങ്ങനെ ഒരു സമര നേതാവായി മഹാത്മാഗാന്ധി ഉദയം ചെയ്തു. 1919, 20 ആ സമര വേലിയേറ്റങ്ങളുടെ കാലഘട്ടമായിരുന്നു. കോൺഗ്രസിൽ ഇങ്ങനെ വളർന്നു വന്നപ്പോൾ കോൺഗ്രസിലേക്ക് പുതിയ പുതിയ ചെറുപ്പക്കാരെ എത്താൻ കഴിഞ്ഞു. അങ്ങനെയാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന ചെറുപ്പക്കാരനും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി ആകർഷകനാവുന്നത്. അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു, ബ്രിട്ടീഷ് അധ്യാപകർക്കെതിരായിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ആകർഷകനായ അദ്ദേഹം കൂടുതൽ അതിൽ മുഴുകുന്നുവെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സുഭാഷ് ചന്ദ്രബോസിനെ ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറ്റി അയച്ചു. അന്ന് ICS എന്ന് പറയുന്ന പരീക്ഷ പഠിക്കണമെങ്കിൽ ഇന്ത്യയിൽ അവസരമില്ല, ഇംഗ്ലണ്ടിൽ പോകണം. സുഭാഷ് ചന്ദ്രബോസ് ഇംഗ്ലണ്ടിൽ പോയി ICS പരീക്ഷ പാസ്സായി. IAS പരീക്ഷ അഥവാ ICS പരീക്ഷ പാസ്സായാൽ നിങ്ങൾ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യണം. IAS പാസ്സായാൽ ജോലിയാണ്, നിങ്ങൾ ജോലി ചെയ്തേ പറ്റൂ സർക്കാരിന് വേണ്ടി. അതിനാൽ സുഭാഷ് ചന്ദ്രബോസ് ICS പരീക്ഷ പാസ്സായ ശേഷം ICS സ്ഥാനം ഉപേക്ഷിച്ചു. അദ്ദേഹം അത് രാജിവെച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് പോയി. നേരെ അദ്ദേഹം എത്തിയത് ബോംബെയിലാണ്. ബോംബെയിലെത്തി